തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അറിയാണ്ട് മൂത്രം ലീക്കായി പോവുക, മൂത്രമൊഴിക്കാൻ അർജൻസി ഉണ്ടായിട്ട് ടോയ്ലറ്റ് എത്തുന്നത് മുമ്പ് തന്നെ മൂത്രം ലീക്കായി പോവുക, രാത്രി ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേൽക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളും അതേപോലെ പുരുഷന്മാരും ഉണ്ട്. ഇതിൻ്റെ കാരണം എന്തൊക്കെയാണ്? എന്താണ് ഈ യൂറിനേഷൻ ഒരു കൺട്രോളിൽ വരാത്തത്? ഇത് എങ്ങനെ നമുക്ക് ചില എക്സസൈസും അതേപോലെ ചില ടിപ്സുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അറിയാണ്ട് മൂത്രം ലീക്കായി പോവുക. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഈ ഒരു തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും, അതായത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും, എന്തെങ്കിലും ഒരു സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് അറിയാണ്ട് മൂത്രം ലീക്കായി പോവുക, ഈ ഒരു അവസ്ഥ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതിൽ തന്നെ ചെറുപ്പക്കാരല്ല, കൂടുതലും സ്ത്രീകൾ മെനോപോസ്, അതായത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിരിക്കുന്ന സ്ത്രീകൾ, ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾ, അതുപോലെ അടുപ്പിച്ച് പ്രസവം കാരണം ബ്ലാഡർ വീക്കാവുക, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ആ ഒരു ഗർഭപാത്രത്തിൻ്റെ വീക്ക്നെസ് കാരണം അത് താഴോട്ട് ഇറങ്ങി വന്നിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവരിലാണ് ഈ ഒരു ലക്ഷണം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ഈ രാത്രി ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ പോകുക, അതായത് രാത്രി മൂത്രം ഒഴിക്കാനായിട്ട് ഒരു 4, 5, 6 തവണ എണീക്കുക, ഇത് ചില പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാരിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു മൂത്രവിസർജനം ചെയ്യണം എന്നുള്ളൊരു തോന്നലും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് അവർ യൂറിനേറ്റ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയും, BPH ഉണ്ട്. പുരുഷ പ്രത്യുൽപാദന ശേഷിയുടെ ആ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീക്കം എന്ന് പറയുന്നത് 50 കഴിഞ്ഞ ആണുങ്ങൾക്കാണ് കൂടുതലായിട്ട്, പുരുഷന്മാരിലാണ് ഇതിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഒരു ഗ്രന്ഥിയുടെ വീക്കം കണ്ടുവരുന്നത്. അപ്പോൾ അത് കാരണവും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആ ഒരു മൂത്രനാളിനെ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രഷർ കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് പുരുഷന്മാരിൽ ഇതൊരു റീസൺ. അതേപോലെ തന്നെ ഡയബറ്റിസ്, പ്രമേഹമുള്ളവരിൽ യൂറിൻ അൺകൺട്രോൾഡ് ആയിട്ട്, അതിൻ്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നതിന് പോളിയൂറിയ എന്ന് പറയുന്ന ഈ മൂത്രം ഒരുപാട് പോവുക എന്നുള്ളത് സ്ത്രീകളിലും പുരുഷന്മാരിലും. പ്രമേഹം കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ തോന്നാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ചെറുപ്പക്കാരിൽ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മതിയാവും. അതായത് രാത്രി 7 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളമാവട്ടെ ജ്യൂസ് ആവട്ടെ അത് കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ജലാംശം ആ ഒരു ടൈമിന് ശേഷം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കിഡ്നി അത് ഫിൽട്ടർ ചെയ്യുന്നത് 1, 2, 3 മണിക്കൂർ കഴിഞ്ഞായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നൊരു പ്രകൃതം ഇതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഇപ്പോൾ തണുപ്പ് കാലത്ത് നമ്മൾ ഇടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നി എണീക്കാറുണ്ട്, അപ്പോൾ അത് നോർമലാണോ, അത് പ്രശ്നമാണോ എന്ന് പലർക്കും ഡൗട്ട് വരാറുണ്ട്. നമ്മൾ യൂഷ്വലി 1 തവണ അല്ലെങ്കിൽ 2 തവണ, ഇപ്പോൾ ഷുഗറുള്ള ഒരു പേഷ്യൻ്റാണ്, പ്രമേഹമുള്ള ഒരു പേഷ്യൻ്റാണ്, 1, 2 തവണ എണീക്കുന്നു, അത് കുഴപ്പമില്ല. എന്നാൽ രാത്രി 3, 4 തവണ എണീക്കുക, ചിലർക്ക് രാത്രി ഉറക്കത്തിൽ കൺട്രോൾ ഇല്ലാണ്ട് ഉറക്കത്തിൽ തന്നെ മൂത്രം ഒഴിച്ചു പോവുക, നൊക്ടേണൽ എന്യൂറസിസ് എന്ന് പറയും. ഇത് കുട്ടികളിൽ മാത്രമല്ല, ചിലരിൽ മുതിർന്നവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബ്ലാഡറിൻ്റെ ആ ഒരു മൂത്രസഞ്ചിയുടെ വീക്ക്നെസ് കാരണവും മാത്രമല്ല, ചിലർ ഉറക്കത്തിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകും. അതായത് അതിൽ നിന്നും യൂഷ്വലി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് മൂത്രം വിസർജനം ഉണ്ടാവണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് സിഗ്നൽ ചെയ്യും, അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കത്തിൽ നിന്ന് നമ്മളങ്ങനെ എണീക്കാറുണ്ട്. നോർമലി അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ചിലർക്ക് ആ ഒരു സിഗ്നൽ പ്രോപ്പറായിട്ട് എത്തില്ല. അപ്പോൾ അവർ അറിയാണ്ട് തന്നെ, ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്, ചില പേഷ്യൻസ് ക്ലിയർ ആയിട്ട് തന്നെ പറയും, ഡോക്ടറെ ഞാൻ ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, പക്ഷേ നോക്കുമ്പോൾ ബെഡിലാണ് ഫുള്ളായിട്ടും ലീക്കായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മൂത്രസഞ്ചിയുടെ ആ ഒരു വീക്ക്നെസ് കൊണ്ടും ബ്രെയിൻ പ്രോപ്പറായിട്ട് സിഗ്നൽ കിട്ടാത്തത് കൊണ്ടുമൊക്കെയാണ് ഇങ്ങനെ ചിലരിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ നൊക്ടേണൽ എന്യൂറസിസ് എന്ന് പറയുന്നത് ബെഡ് വെറ്റിംഗ്, അത് ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പോൾ 8-9 വയസ്സായിട്ടുള്ള കുട്ടികൾ പ്രോപ്പർലി ട്രെയിൻ ആവാത്തത് കൊണ്ടും അങ്ങനെ കണ്ടുവരാറുണ്ട്. പക്ഷേ അതും കഴിഞ്ഞ് ആ ഒരു പ്രായം കഴിഞ്ഞ് വലിയവരിലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് മെയിനായിട്ട് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം കൂടുതലായിട്ട് ഉണ്ടാവുക, അതേപോലെ തന്നെ മൂത്രത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കാണ് കൂടുതലായിട്ടും ഈ രാത്രി
അറിയാണ്ട് ഉറക്കത്തിൽ മൂത്രം ഒഴിച്ചു പോകുന്ന ആ ഒരു പ്രകൃതം കണ്ടുവരുന്നത്. അതേപോലെ പ്രഗ്നന്റ് ലേഡീസിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഗർഭപാത്രം നമ്മുടെ ഈ മൂത്രസഞ്ചിയിൽ പ്രഷർ ചെലുത്തുന്നത് കൊണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അത് വളരെയധികം നോർമലാണ്. എന്നാൽ നോർമലായിട്ടുള്ള സ്ത്രീകളിൽ മെനോപോസ് ആകുന്ന ടൈമിൽ, അതായത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് അവരുടെ ആ പേശികൾക്കൊക്കെ ഒരു അയവ് വരും. അപ്പം അതുകൊണ്ടാണ് ഈ യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്ന ഗർഭപാത്രം ഇറങ്ങി വരുന്നതും ആ ഒരു സ്റ്റേജിലൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കാരണം എസ്ട്രജൻ്റെ ലെവൽ കുറഞ്ഞു വരും. നമ്മുടെ ഓവറീസിൽ നിന്നും, അതായത് അണ്ടാശയത്തിൽ നിന്നും എസ്ട്രജൻ ഹോർമോൺ ചുരക്കുന്നത് അങ്ങനെ ക്രമേണ കുറഞ്ഞു വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കാൽഷ്യം ലെവൽ, എസ്ട്രജനും കാൽഷ്യവും ഒക്കെ നല്ല ഒരു ബന്ധമുള്ളതാണ്. അപ്പോൾ എസ്ട്രജൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാൽഷ്യം ലെവൽ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മസിൽസുകൾക്ക് ഒരു അയവ് വരാൻ തുടങ്ങും. അപ്പോൾ ഇത് പലരിലും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1-2 വട്ടം അല്ലെങ്കിൽ ഒരു വട്ടം രാത്രി മൂത്രം ഒഴിക്കാനായിട്ട് എണീക്കുകയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര തണുത്ത ക്ലൈമറ്റാണ്, ആ ഒരു ടൈമിൽ അങ്ങനെ എണീക്കുന്നു, അത് കുഴപ്പമില്ല. എന്നാൽ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും 4-5 തവണ രാത്രി ഉറക്കത്തിനിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ട അവസ്ഥ, മൂത്രമൊഴിക്കാൻ പോകേണ്ട അവസ്ഥ വരാറുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചിലരെങ്കിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷുഗറിന് മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കും, എന്നാൽ പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ല, ഒരു ഡോക്ടറെ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യില്ല. അവരുടെ വിചാരം ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അതിനിപ്പോൾ 1 വർഷം മുന്നേ ആയിരിക്കും അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവുക, അതും അല്ലെങ്കിൽ 6 മാസം മുന്നേ, അപ്പോഴും കൺട്രോളിലാണെന്നാണ് അവരുടെ വിചാരം. എന്നാൽ നമ്മളത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ, അതിൽ തന്നെ ഞാൻ പണ്ട് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ട് HbA1c എന്ന് പറയുന്നത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് കൺട്രോളിലായിരിക്കില്ല. ഇവർ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം ചെക്ക് ചെയ്യും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഞാൻ പലതവണ പേഷ്യൻസിനോടും എന്നോട് വരുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയുന്ന കാര്യം ഇതാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ തലേദിവസത്തെ ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ 3 മാസത്തെ ആവറേജ് HbA1c ആണ് എടുത്തു നോക്കണം. അപ്പോൾ രക്തത്തിൽ എത്രയുണ്ട്, കൺട്രോളിലാണോ, നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഇഫക്റ്റീവ് ആണോ, നിങ്ങൾ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, വേറെ ഏതെങ്കിലും മരുന്നിൻ്റെ ഡോസേജ് പവർ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് അതാണ് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അത് കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം കൺട്രോളിൽ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രാത്രി മൂത്രമൊഴിക്കുന്ന ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാവും. അതല്ല, നിങ്ങൾക്ക് മൂത്രസഞ്ചിയിലെ ബ്ലാഡറിലോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ്, മൂത്രനാളത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് യൂറിൻ അനാലിസിസും അതേപോലെ യൂറിൻ കൾച്ചറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നമ്മൾ കോളി ഇൻഫെക്ഷൻസ് ഒക്കെ പലർക്കും ഉണ്ടാവാറുണ്ട്. ഈ കോളി എന്ന് പറയുന്നത് നമ്മൾ ചെറുകുടൽ, വൻകുടലിലൊക്കെ കണ്ടുവരുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ശുചിത്വം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കോളി എന്ന് പറയുന്നത് നമ്മുടെ മൂത്രനാളിയിൽ കയറി ഇതും ചിലർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് രാത്രി മൂത്രം ഒഴിക്കുക, ഇങ്ങനത്തെ പ്രശ്നം വരാറുണ്ട്. ഇനി അതല്ല, ചെറുപ്പക്കാരിലും ഇങ്ങനെ തുമ്മുമ്പോൾ മാത്രം, രാത്രി ഉറക്കത്തിനിടയ്ക്കൊന്നും മൂത്രം ഒഴിക്കുന്നില്ല, എന്നാൽ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മാത്രം സ്ട്രെസ് ഇൻകോണ്ടിനൻസ് മാത്രം കൊണ്ടിങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. കാരണം ആ മസിൽസിൻ്റെ ആ ഒരു വീക്ക്നെസ് ആണ് മെയിൻ റീസൺ. നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ഹിറ്റാവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ മസിൽസിൻ്റെ പേശികൾക്ക് ബലം കൂട്ടാനും ആ ഒരു എപ്പിസോഡ്സ് നമുക്ക് കുറയ്ക്കാനും പറ്റും. ഈ തുമ്മുമ്പോഴും അതേപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും വേറെ എന്തെങ്കിലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ടോയ്ലറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ മൂത്രം ഒഴിക്കുക, ഇതിനൊക്കെ തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെ കണ്ട് ചികിത്സിക്കേണ്ട നിർബന്ധമാണ്. കാരണം ഒരുപാട് വീക്കായി കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൂടുതലായിട്ട് സ്ത്രീകളാണ് പറഞ്ഞു വരുന്നത്, ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. അപ്പോൾ മസിൽസ് ഒരുപാട് വീക്കായി കഴിഞ്ഞാൽ പിന്നീട് അത് ഗർഭപാത്രം ഇറങ്ങി വരാനും അതേപോലെ തന്നെ ബ്ലാഡർ, മൂത്രസഞ്ചി ചിലർക്ക് പുറത്തോട്ട് തള്ളി വരിക, സിസ്റ്റോസീൽ എന്ന് പറയുന്ന കണ്ടീഷൻ, യൂട്രൈൻ പ്രൊലാപ്സ്, ഇതിനൊക്കെ പിന്നീട് കാരണമായേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് തുടക്കം തന്നെ അത് ചില എക്സസൈസുകളുണ്ട്. നമ്മൾ കീഗൽ എക്സസൈസ് യൂഷ്വലി സജസ്റ്റ് ചെയ്യാറുള്ളതാണ്. കീഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂത്രം ഒഴിച്ചതിന് ശേഷമാണ് എക്സസൈസ് ചെയ്യേണ്ടത്. മൂത്രം ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബ്ലാഡർ ഫുള്ളായിരിക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണോ ഒരു സെൻസേഷൻ വരുമ്പോൾ പിടിച്ച് വെക്കുക, കൺട്രോൾ ചെയ്ത് വെക്കുക, അതുപോലെ പെൽവിക് മസിൽസ്, കാലുകൾ ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് ചെയ്യാം. നമ്മുടെ പെൽവിക് മസിൽസ് മൊത്തം ഉള്ളിലോട്ട് ചുരുക്കുക, ആ സമയത്ത് ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് ഒരു 5 to 10 കൗണ്ട്സ്, 5-10 കൗണ്ട് കഴിഞ്ഞ് എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം 4-5 തവണ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പേശികൾക്ക് നല്ല ബലം വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ലെവലിലുള്ള സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കുറയ്ക്കാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇപ്പോൾ രാത്രി ഒരുപാട് തവണ മൂത്രം ഒഴിക്കാൻ ഹാബിറ്റ് ഉള്ളവർ, ഞാൻ പറഞ്ഞ പോലെ ലിക്വിഡ് ഇൻടേക്ക്, ജലാംശമായിട്ടുള്ള
അത് വെള്ളം ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഞ്ഞി, ഇതൊക്കെ തന്നെ രാത്രി 7 മണിയോടുകൂടി കിടക്കുന്നതിന് 4 മണിക്കൂർ മുന്നേ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാം. 3-4 മണിക്കൂർ മുന്നേ തന്നെ നിർത്താം. അപ്പം അതേപോലെ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ മൂത്രം ഒഴിച്ചിട്ട് കിടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അങ്ങനെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് യൂറിനേറ്റ് ചെയ്യുക. ഫുള്ള് ഒരേ സ്ട്രെച്ചിൽ യൂറിനേറ്റ് ചെയ്യാതെ ഒരു 2 സെക്കൻഡ് അതൊന്ന് കൺട്രോളിൽ വെക്കാം. മസിൽസ് ഒന്നുകൂടി യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രക്രിയ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത് കൺട്രോൾ ചെയ്ത് വെക്കുക. എന്നിട്ട് എഗെയിൻ അത് റിലീസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലാഡർ കൺട്രോൾ നിങ്ങൾക്കത് ക്രമേണ നിങ്ങളുടെ കൺട്രോളിൽ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ഹാബിറ്റ് ആയാലും അല്ല പലതവണ എണീറ്റ് മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരു ശീലമായാലും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ ഒരു ചില ടെസ്റ്റുകളൊക്കെ എടുത്ത് തന്നെ ഷുഗർ കൺട്രോളിലാണോ അല്ല യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. സ്ട്രെസ് ഇൻകോണ്ടിനൻസിന് കീഗൾ എക്സസൈസ് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി അതല്ല മസിൽസിന് നല്ല ബലം കിട്ടാനായിട്ട് നാച്ചുറൽ റെമഡീസും കെമിക്കലൊന്നും ഇല്ലാതെ മരുന്നുകൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.